സ്വന്തം പാർട്ടിക്കാരെ ഒറ്റുകൊടുക്കുന്നതിലും സ്വന്തം പാർട്ടി ഓഫീസുകൾ വൃത്തിയാക്കാൻ വരുന്ന അല്ലെങ്കിൽ ഓഫീസുമായി സഹകരിച്ച് നിൽക്കുന്ന സ്ത്രീകളെ പീഡിപ്പിച്ച് കൊല്ലുന്നതിലുമൊക്കെ കോൺഗ്രസ് പേരുകേട്ട കുപ്രസിദ്ധി ആർജിച്ച സംഘടനയാണ്. അപ്പോൾ പറയാം, ഞാൻ അന്തംഗമ്മി ആയതുകൊണ്ട് വന്നിരുന്ന് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്, അതിന് തെളിവാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ധാരാളം തെളിവുകളുണ്ട്, ധാരാളം കണക്കുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ മൊയ്യാരത്ത് ശങ്കരൻ എന്ന വ്യക്തിയെ അടിച്ചു കൊന്നത് കോൺഗ്രസ്സുകാരാണ്. ഒന്നാമത്തെ സംഭവമാണ്. കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ മൊയ്യാരത്ത് ശങ്കരൻ എന്ന് പറയുന്ന വ്യക്തിയെ തല്ലിക്കൊന്നത്, അടിച്ചു കൊന്നത് കോൺഗ്രസ്സുകാരാണ്. ഇനി രണ്ടാമത്തെ ഉദാഹരണം, കണ്ണൂർ ചെറുപുഴയിൽ കെ കരുണാകരന്റെ ലീഡറുടെ പേരിൽ ഒരു സ്മാരകം നിർമ്മിച്ചു. കരാറുകാരനായ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിക്ക്, ജോസഫിന് 1,34,00,000 രൂപ കുടിശ്ശികയുണ്ട്, കൊടുത്തിട്ടില്ല കോൺഗ്രസ്. അപ്പോ ജോസഫ് കുറെ കാലമൊക്കെ കയറി നടന്നു, സുധാകരേട്ട സതീശൻ സാറെ തരണമെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ടാകും. അവസാനം നിവർത്തികേട് കൊണ്ട് ആ കരാറുകാരൻ അതേ കെട്ടിടത്തിൽ കരുണാകരൻ സ്മാരകത്തിൽ കയറി തൂങ്ങിച്ചു. ഇത് രണ്ടാമത്തെ സംഭവം. ഇത് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സുകളിൽ ഓർമ്മ വരാൻ സാധ്യതയില്ല, കാരണം ഇതൊക്കെ മങ്ങിപ്പോയ ഇതാണ്. ഇതൊന്നും വാർത്തകളിൽ സ്പഷ്ടമായി ഇത് പ്രത്യക്ഷത്തിൽ നിൽക്കുന്ന സാധനങ്ങളുമല്ല. എന്നാൽ പ്രത്യക്ഷത്തിൽ ഇക്കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോലും ചർച്ചയായ മറ്റൊരു മരണ വാർത്തയുണ്ട്. രാധ എന്ന യുവതിയെ കോൺഗ്രസ് ഓഫീസ് തൂക്കാനും വൃത്തിയാക്കാനും ഒക്കെ വരുന്ന സ്ത്രീയായിരുന്നു. അവരെ പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തത് ആരായിരുന്നു? കോൺഗ്രസ്സുകാർ തന്നെ ആയിരുന്നില്ലേ? കോൺഗ്രസ്സുകാർ തന്നെയാണ് അത് ചെയ്തത്. രാധാ കൊലക്കേസ് 2014 ആ സംഭവം നടന്നത്. 2015 നവംബർ 8 മാനന്തവാടിയിൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി, ബ്ലോക്ക് പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ പേര് PV ജോൺ എന്നാണ്. അദ്ദേഹം സൂയിസൈഡ് ചെയ്തു 2015. സൂയിസൈഡ് ചെയ്യാൻ കാരണം അത്തവണ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു. ഒപ്പം നിന്ന കോൺഗ്രസ്സുകാർ തന്നെ അദ്ദേഹത്തെ കാലുവാരി. ഈ കാലുവാരലിൽ മനം നൊന്ത് സഹിക്കവയ്യാതെയാണ് അദ്ദേഹം സൂയിസൈഡ് ചെയ്യുന്നത്, PV ജോൺ. അങ്ങനെ സൂയിസൈഡ് ചെയ്തവരുടെ പട്ടിക ഇനിയുമുണ്ട്. കോൺഗ്രസ്സുകാരെ കുറിച്ചാണ് പറയുന്നത്. കോൺഗ്രസ്സുകാർ എങ്ങനെയാണ് സ്വന്തം അണികളെയും സ്വന്തം അനുഭാവികളെയും സ്വന്തം നേതാക്കളെയും ഒറ്റുകൊടുക്കുന്നതെന്നും കൊന്നു തിന്നുന്നതെന്നുമാണ് ഞാൻ പറയുന്നത്. മറ്റൊന്നെന്താണ്, 2022 KPCC ട്രഷററായിരുന്ന V പ്രതാപചന്ദ്രൻ നായർ, അദ്ദേഹം മരിച്ചത് എങ്ങനെയാണ്? അദ്ദേഹത്തെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചു. അദ്ദേഹം തെറ്റുകാരൻ അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണങ്ങൾ, ഇതൊക്കെ ഉന്നയിച്ച് ഹൃദയം പൊട്ടി അദ്ദേഹം മരിച്ചു. അടുത്ത 2023 മെയ് 30 KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന KK എബ്രഹാം ഒരു വലിയ ചതിവ് ചെയ്തു. ഒരു കർഷകനെ ഒരുപാട് കടങ്ങളിലൊക്കെ കുടുക്കി അവസാനമായിട്ട് ജീവിക്കാൻ ഗത്യന്തരമില്ലാതെയായിട്ട് അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്തു. രാജേന്ദ്രൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കോൺഗ്രസ്സുകാർക്ക് ഓർമ്മയുണ്ടാകും ഈ പേരൊക്കെ. 2023 ഓഗസ്റ്റ് 31 തൂവൂർ കൃഷി ഭവനിലെ തൂപ്പുകാരി, ജോലിക്കാരി, ഒരു മാങ്കുന്നത്ത് സുജിതയെയും ഈ രാധയെ കൊലപ്പെടുത്തിയതുപോലെ കൊലപ്പെടുത്തിയത് കോൺഗ്രസ്സുകാരാണ്. ഇതൊന്നും പോലീസ് റെക്കോർഡ്സിൽ നിന്ന് പറയുന്നതാണ്, എല്ലാം ഞാൻ കൈയിരുന്നിട്ട് പറയുന്നില്ല, എല്ലാ തെളിവുകളും ഉള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അടുത്ത 2024 എന്താണ് സംഭവിച്ചത്? വയനാട് സംഭവിച്ചത്. NM വിജയനും അദ്ദേഹത്തിന്റെ മകൻ ജിജേഷും ആത്മഹത്യ ചെയ്തത് എന്തിനായിരുന്നു? അവരെ കൊണ്ട് ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപ പാർട്ടി നേതാക്കൾക്ക് വേണ്ടിയൊക്കെ ലോണും വായ്പയും ഒക്കെ എടുപ്പിച്ചു. എന്നിട്ട് അതൊന്നും തിരിച്ചടയ്ക്കുന്നില്ല. അവസാനം DCC ട്രഷററായിരുന്ന NM വിജയനും അദ്ദേഹത്തിന്റെ മകനും ആത്മഹത്യ ചെയ്യേണ്ട, മരണത്തിൽ അഭയം കണ്ടെത്തേണ്ട സ്ഥിതി ഉണ്ടായി. എന്തൊരു ക്രൂരതയാണ്! അത് വലിയ വിവാദമൊക്കെ ആയ ഈ അടുത്ത നാളിൽ നടന്ന സംഭവമാണ്. അടുത്ത് തന്നെ ആനാട് ശശി തിരുവനന്തപുരത്ത്. ആനാട് ശശിയെ അറിയാത്ത ആരെങ്കിലും തിരുവനന്തപുരത്ത് ഉണ്ടാകും? മനോരമയുടെ പ്രാദേശിക ലേഖകനാണ്. അതുപോലെ തന്നെ ആ പ്രദേശത്തെ കോൺഗ്രസ് നേതാവാണ്, വാർഡ് അംഗമായിരുന്നു. അങ്ങനെയുള്ള ആനാട് ശശി കോൺഗ്രസിന്റെ ഒരു സഹകരണ പ്രസ്ഥാനത്തിൽ കുറെ പൈസ ഇട്ടു. ആ പൈസ തിരികെ ചോദിച്ചപ്പോൾ കിട്ടുന്നില്ല. അതിനാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അതിന് കോൺഗ്രസ്സുകാർ പറഞ്ഞുണ്ടാക്കിയത് എന്താണ്? അദ്ദേഹത്തിന് മാറാരോഗമുണ്ട്, ആ മാറാരോഗത്തിൽ അതിന്റെ ഭീതിയിൽ അദ്ദേഹം സൂയിസൈഡ് ചെയ്തതാണെന്ന് പറഞ്ഞുണ്ടാക്കിയില്ല. എന്തൊരു ക്രൂരമായ അവസ്ഥയാണ്. അടുത്ത 2025 ജോസ് നല്ലേടം, അതുപോലെ തന്നെ PV ജെയിൻ, ഇവരൊക്കെ മരിച്ചതിന് കാരണം ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ ചരിത്രം എഴുതിയ മൊയ്യാരത്ത് ശങ്കരൻ മുതൽ ഡിജിറ്റൽ ചരിത്രം എഴുതിക്കൊണ്ടിരുന്ന പാവം ജെയിൻ വരെ മരണത്തിൽ അഭയം തേടിയത് ആരുടെ കുഴപ്പം കൊണ്ടാണ്? തീർച്ചയായിട്ടും കോൺഗ്രസ് നേതാക്കളുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും പിടിപ്പുകേട് കൊണ്ടാണ് ഇവരൊക്കെ മരണത്തിലേക്ക് പോയത്, അല്ലെങ്കിൽ ഇവരുടെ ക്രിമിനൽ ചിന്താഗതി. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് ചെയ്തത്? 3 ഗർഭസ്ഥ ശിശുക്കളെ ഗർഭഛിദ്രത്തിലൂടെ കൊലപ്പെടുത്തിയില്ലേ? അടുത്ത സുഹൈൽ അൻസാരി എന്താണ് ചെയ്തത്?
യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി. സഹപ്രവർത്തകയായിരുന്ന സ്ത്രീയെ മാനസികമായി പീഡിപ്പിച്ച് അവസാനം അവർ ഒരു തുണ്ട് കയറിൽ ജീവൻ ഒടുക്കിയില്ലേ? അവരുടെ കുടുംബം അനാഥമാക്കിയില്ലേ? സുഹൈൽ, ഈ കഴിഞ്ഞ ദിവസം റിമാൻഡിലായ സുഹൈലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആകെ കോൺഗ്രസുകാർ അവരുടെ പാർട്ടിക്കാരെയും അവരുടെ അനുഭാവികളെയും അവരുടെ സ്നേഹിതരെയും ഒക്കെ ഒറ്റുകൊടുക്കുകയും യമപുരിക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അവരാണ് വന്നു നിന്ന് ഇടതുമുന്നണിക്കെതിരെ നുണ പറയുന്നത്, കനകോലി തമ്പുരാൻ പറഞ്ഞു കൊടുത്ത നുണകൾ വിളമ്പിക്കൊണ്ട് ഇരിക്കുന്നത്. പൊതുജനം ജാഗ്രത പാലിക്കേണ്ടത് ഇത്തരം സംഭവങ്ങളിലാണ്. വീടാന്തരം വീണ്ടും കയറിയിറങ്ങാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിലെത്തി ലഘുലേഖ വിതരണം ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു കാര്യം അവരോട് ചോദിക്കുവാനുള്ള ആർജവം കാണിക്കണം. ചോദിച്ചിട്ട് ഉത്തരം തരാൻ പറയണം. പിന്നെ എന്താണ് നിങ്ങൾ വികസനം എന്ന അവരുടെ പുതുയുഗം എന്താണെന്ന് സ്വപ്നം കാണുന്നതെന്ന് പറയണം. ഇമാതിരിയുള്ള എല്ലാ കൊള്ളരുതായ്മകളും ചെയ്തിട്ട് അവരെന്ത് പുതുയുഗമാണ് നമുക്ക് തരാൻ പോകുന്നതെന്ന് നമ്മൾ ചോദിക്കണം.